നമസ്തേ, ഞാൻ സ്ഥപതി സന്തോഷ് ആചാര്യ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് വാസ്തുശാസ്ത്രവുമായി ബന്ധപ്പെട്ട് ഒരു ഗൃഹം നിർമ്മിച്ച് അതിൽ ഗൃഹപ്രവേശനം ഏത് സമയത്ത് ചെയ്യാം എന്ന് ശാസ്ത്രത്തിൽ എങ്ങനെയാണ് പ്രതിപാദിക്കുന്നത്. നമുക്കറിയാം, നമ്മളൊരു ഗൃഹം നല്ല രീതിയിൽ നിർമ്മിച്ച് അതിൽ അധിവസിക്കുമ്പോൾ ഏറ്റവും നല്ല അനുകൂലമായ ഒരു സാഹചര്യത്തിൽ ആ ഗൃഹത്തിൽ ആദ്യമായി നല്ല ആചരണങ്ങളോടുകൂടി പ്രവേശിച്ച് അങ്ങനെയുള്ള ഗൃഹത്തിൽ നല്ല ആചരണങ്ങൾ ചെയ്ത് നല്ല രീതിയിൽ ഒരു ജീവിതം നയിച്ചാൽ സൗഭാഗ്യങ്ങൾ ആ ഗൃഹം ഉണ്ടാക്കി തരും എന്ന് നമുക്ക് അനുഭവം കൊണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഒരു ഗൃഹത്തിൽ പ്രവേശിച്ച് അധിവസിക്കുന്നതിന് ഏറ്റവും അനുകൂലമായ സാഹചര്യങ്ങൾ ഏതാണെന്ന് പരിശോധിച്ചു നോക്കി ആ സാഹചര്യങ്ങൾ തിരഞ്ഞെടുക്കുന്നതിനെയാണ് ഗൃഹപ്രവേശനത്തിനുള്ള സമയം, അതിൻ്റെ മുഹൂർത്തം ഇത്യാദി കാര്യങ്ങൾ ജ്യോതിശാസ്ത്രം അനുസരിച്ചും തച്ചുശാസ്ത്രം അനുസരിച്ചും അത് കണ്ടെത്തി അത് അനുവർത്തിക്കുക എന്നുള്ളത്. യഥാർത്ഥത്തിൽ ഒരു ഗൃഹപ്രവേശന സമയം എന്ന് പറയുന്നത് ഏറ്റവും അനുകൂലമായ ഒരു കാലാവസ്ഥയിലും ഏറ്റവും അനുകൂലമായിട്ടുള്ള ഒരു മാനസിക അവസ്ഥയിലും നമുക്ക് ആ ഗൃഹം എത്രമാത്രം നമ്മൾ സംതൃപ്തിയോടുകൂടി പൂർത്തീകരിച്ചിട്ടുണ്ട് എന്ന ഒരു മാനസിക അവസ്ഥയിലും അതിൽ പ്രവേശിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ ഒരു ഗൃഹപ്രവേശനം നടത്തുമ്പോൾ നമ്മുടെ പ്രകൃതി നമുക്ക് അനുകൂലമായിരിക്കണം. ഒരു മുഹൂർത്തം കുറിക്കുന്നതിന്റെ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് കാലാവസ്ഥ എന്ന് പറയുന്നത്. അതായത് കൊള്ളിമിന്നും കൊടുങ്കാറ്റും രാഹുകേതു ഉദയങ്ങളും എന്ന് പറയുന്ന നിയമം അനുസരിച്ച് മുഹൂർത്തത്തിന്റെ അടിസ്ഥാന നിയമങ്ങൾ ആയിട്ടുള്ള പ്രകൃതിക്ഷോഭമുള്ള സമയം, വലിയ കാറ്റുള്ള സമയം, വലിയ വർഷപാതമുള്ള സമയം, കൊള്ളിമിന്നും അതായത് ഇടിമിന്നല് മുതലായിട്ടുള്ള പ്രകൃതിക്ഷോഭം ഇത്യാദി കാര്യങ്ങളൊക്കെ അന്തരീക്ഷത്തിൽ പ്രകൃതിയിൽ നടക്കുന്ന സമയത്ത് ഗൃഹത്തിൽ പ്രവേശിക്കരുത്, അങ്ങനെയുള്ള സമയം ഗൃഹപ്രവേശനത്തിന് വേണ്ടി തിരഞ്ഞെടുക്കരുത് എന്ന് ശാസ്ത്രം പ്രത്യേകം പറയുന്നുണ്ട്. അതിന് ശാസ്ത്രത്തിൽ ഓരോ മാസങ്ങളും ഓരോ ദിവസങ്ങളും ഓരോ തിഥികളും എല്ലാം പ്രത്യേകം നമ്മളോട് രേഖപ്പെടുത്തി അതിനെക്കുറിച്ച് വിശദമായി തന്നെ പറയുന്നു. അത് അഷ്ടമം ശുഭമാകേണം, ഉത്തമം സ്ഥിരരാശികൾ, അത്യുത്തമം വൃഷം രാശി, കർക്കികുംഭം ത്യജിക്കണം എന്നുള്ള അടിസ്ഥാന നിയമം. അതായത് ഗൃഹപ്രവേശനം എന്ന് പറയുന്ന ചടങ്ങ് നമ്മൾ നടത്തുന്നത് ഒരു ഗൃഹകർത്താവിന്റെ നക്ഷത്രത്തെ ബേസ് ചെയ്താണ് ഗൃഹ ആരംഭം ചെയ്യുന്നതെങ്കിൽ ഗൃഹപ്രവേശം നമ്മൾ ചെയ്യുന്നത് ആ ഗൃഹത്തിന്റെ നാഥ ആരാണോ ആ നാഥയുടെ നക്ഷത്രത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ്. അപ്പൊ ഒരു ഗൃഹത്തിന് ഒരു ഗൃഹകർത്താവ് ഉണ്ടാവും, ഒരു ഗൃഹനാഥയുണ്ടാവും. ഗൃഹ ആരംഭ സമയത്ത് ഗൃഹകർത്താവിന്റെ നക്ഷത്രവും ഗൃഹപ്രവേശന സമയത്ത് ഗൃഹനാഥയുടെ നക്ഷത്രത്തെയും അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ മാസങ്ങളും ദിവസങ്ങളും ഗൃഹപ്രവേശന നക്ഷത്രങ്ങളും അതിൻ്റെ തിഥികളും സമയവും എല്ലാം തിരഞ്ഞെടുക്കേണ്ടത്. അങ്ങനെ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ ഗൃഹനാഥയുടെ നക്ഷത്ര
അടിസ്ഥാനപ്പെടുത്തി ഏറ്റവും നല്ല രാശി ഏതൊക്കെയാണ് എന്ന് വിശദീകരിക്കുന്നുണ്ട്. രാശി എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ള രാശികൾ വേണം ഗൃഹപ്രവേശനത്തെ തിരഞ്ഞെടുക്കാൻ. അതിൽ തന്നെ അഷ്ടമം എന്ന് പറയുന്ന രാശി, ഗൃഹനാഥയുടെ നക്ഷത്രത്തിന്റെ അഷ്ടമ രാശി, അത് ശുഭമാകണമെന്നാണ്. ആ ശുഭമായി വരുന്നതിന് ഒട്ടേറെ നിയമങ്ങൾ പറയുന്നുണ്ട്. അപ്പോ അഷ്ടമം ശുഭമാകണം. ഉത്തമം സ്ഥിരരാശികൾ, അതിൽ സ്ഥിരരാശികളാണ് ഏറ്റവും ഉത്തമമായിട്ട് വരുന്നത്. അതില് സ്ഥിരരാശികൾ ഏതൊക്കെയാണ്? ഇടവം, ചിങ്ങം, വൃശ്ചികം, ഇങ്ങനെ പറയുന്നതായിട്ടുള്ള സ്ഥിരരാശികൾ. ഈ പറയുന്നതിൽ തന്നെ ഉത്തമമായ രാശികൾ എന്ന് പറയുന്നത്, രാശി എന്ന് പറയുന്നത് ഇടവം രാശിയാണ്. അപ്പോ സ്ഥിരരാശികൾ ഉത്തമമാണ്. അതുപോലെ തന്നെ ഏറ്റവും അത്യുത്തമമാണ് ഇടവം രാശി എന്നാ പറയുന്നത്. ഇത് രാശി സമയത്തെ കുറിച്ചാണ് പറയുന്നത്. ഈ രാശി സമയം കൂടാതെ തന്നെ, ഈ രാശി സമയത്തോടൊപ്പം തന്നെ നമ്മൾ തെരഞ്ഞെടുക്കുന്ന ദിവസത്തെ നക്ഷത്രത്തെ കുറിച്ചും പറയുന്നുണ്ട്. അതില് പ്രത്യേകം പറയുന്ന ഉത്തമ നക്ഷത്രങ്ങളും മധ്യമ നക്ഷത്രങ്ങളും ഉണ്ട്. എല്ലാ കാര്യങ്ങളും ഉത്തമമായ രീതിയിൽ നമുക്ക് ചെയ്യാൻ സാധിച്ചില്ല എങ്കിൽ പോലും ഉത്തമ മധ്യമ നക്ഷത്രങ്ങളെ പ്രത്യേകം പരിഗണിച്ച് ഒഴിവാക്കേണ്ടതായിട്ടുള്ള അധമ നക്ഷത്രങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് ഈ ദിവസത്തെ തിരഞ്ഞെടുക്കാം. പ്രത്യേകിച്ച് ഉത്രം, ഉത്രാടം, അത്തം മുതലായിട്ടുള്ള കുറേ നക്ഷത്രങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അതുകൊണ്ട് 15ഓളം നക്ഷത്രങ്ങൾ പറയുന്നുണ്ട്. അങ്ങനെയുള്ള ശുഭമായിട്ടുള്ള നക്ഷത്രങ്ങൾ നമ്മൾ തിരഞ്ഞെടുക്കുക. അതുപോലെ തന്നെ ഈ ഗൃഹപ്രവേശനത്തിന് രാശി പറഞ്ഞതുപോലെ തന്നെ ഗൃഹപ്രവേശനത്തിന് നമ്മൾ മാസങ്ങളും പ്രധാനമാണ്. മാസങ്ങളും പ്രധാനമാണെന്ന് പറയുമ്പോൾ ഈ സാധാരണ ജ്യോതിഷ നിയമം മാത്രം പാലിച്ചു പോകുന്ന ഒരു മുഹൂർത്ത രീതി ആണെങ്കിൽ കുറച്ച് വ്യത്യസ്തമാണ്. പക്ഷെ വാസ്തുവിന്റെ നിയമങ്ങളും കൂടെ പാലിച്ചു പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും കോൺ മാസങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് ദിക്കുകളിൽ വരുന്ന മാസങ്ങളിൽ ഏറ്റവും ഉത്തമമായിട്ടുള്ള മാസങ്ങൾ ആണ് ഗൃഹപ്രവേശനത്തിന് ഉപയോഗിക്കുക. അപ്പൊ നക്ഷത്രങ്ങൾ ഉത്തമമാകണം, മാസങ്ങൾ ഉത്തമമാകണം. നമ്മൾ ആ ദിവസം, ആ നക്ഷത്ര ദിവസം നമ്മൾ തിരഞ്ഞെടുക്കുന്ന സമയം ഉത്തമമാകണം. ആ സമയം നല്ല രാശിയായിരിക്കണം. ആ രാശിയെ കുറിച്ച് ഞാൻ നേരത്തെ പ്രതിപാദിക്കുകയുണ്ടായി. അങ്ങനെ ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു രാശിയിലായിരിക്കണം. ഇനി നമ്മൾ വാസരം തിരഞ്ഞെടുക്കുമ്പോൾ, അത് വാസരം എന്ന് പറഞ്ഞാൽ ആഴ്ച, വാസരം തിരഞ്ഞെടുക്കുമ്പോൾ ഞായർ, ചൊവ്വ ദിവസങ്ങൾ, വാസരങ്ങൾ ഒഴിവാക്കണം. ഏറ്റവും ഉത്തമമായി തിങ്കൾ, ബുധൻ, ഗുരു, ശുക്ര ഇങ്ങനെയുള്ള വാസരങ്ങൾ ഉത്തമമായി തിരഞ്ഞെടുക്കുകയും ശനിവാസരം ഒരു മധ്യമ വാസരമായി തിരഞ്ഞെടുക്കുകയും ചെയ്യണം. അപ്പൊ ഇത്തരം നല്ല ശുഭമായിട്ടുള്ള വാസരങ്ങളെ കുറിച്ചും തിഥികളെ കുറിച്ചും നക്ഷത്രങ്ങളെ കുറിച്ചും രാശി സമയത്തെക്കുറിച്ചും മാസങ്ങളെ കുറിച്ചും നല്ല രീതിയിൽ ഒരു അവലോകനം ചെയ്ത് അത് ഉത്തമനായിട്ടുള്ള ഒരു സ്ഥപതിയെ കൊണ്ടോ അല്ലെങ്കിൽ ഒരു ജ്യോതിശാസ്ത്രം അറിയുന്ന ഒരാളെ കൊണ്ടോ ശരിയായ വിധത്തിൽ ഒരു സമയം കുറിച്ച് അന്തരീക്ഷം ഉത്തമമായി നിൽക്കുന്ന ഒരു സമയത്ത് നമ്മൾ ഗൃഹത്തിൽ പ്രവേശിക്കുമ്പോൾ ആ ഗൃഹത്തിൽ പിന്നീടുള്ള അധിവാസം വളരെ ശുഭമായ രീതിയിൽ വരും എന്നുള്ള ഒരു പ്രത്യാശയും ഒരു കണക്കുകൂട്ടലുമാണ് നമുക്ക് ഇതിന്റെയൊക്കെ പിന്നിലുള്ളത്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ നമ്മുടെ അനുഭവത്തിലും കണ്ടിട്ടുണ്ട്. ശാസ്ത്രം ഒരു കാരണവശാലും തെറ്റാൻ സാധ്യതയില്ല. കാരണം നമ്മുടെ ഈ ജ്യോതിശാസ്ത്രം ശരിക്കും ഉപയോഗിക്കുന്നത് നമ്മുടെ ഓരോ കാര്യങ്ങൾക്കും ജ്യോതിശാസ്ത്രം ഉപയോഗിക്കാൻ പറഞ്ഞിട്ട്, അത് കൃഷി ആരംഭിക്കുന്നതിന്, കൃഷി വേണ്ട വിധേന ഒരു നല്ല കാലാവസ്ഥയിൽ അല്ല ആരംഭിക്കുന്നതെങ്കിൽ അത് ഓരോ കൃഷിക്കും ഓരോന്നാണ്.
ഇത് ജ്യോതിശാസ്ത്രം കൃത്യമായി പറയുന്നുണ്ട്. അതുപോലെ ഓരോ കർമ്മങ്ങൾക്കും നമ്മൾ നല്ല സമയം നോക്കി ചെയ്യുന്നതായിരിക്കും ഉത്തമം. അതുകൊണ്ട് ഗൃഹപ്രവേശനാദി കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ ഇന്നത്തെ കാലികമായിട്ട് നമുക്ക് അനുവർത്തിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല അന്തരീക്ഷവും കാലാവസ്ഥയും നല്ല രീതിയിൽ കിട്ടുന്ന ഒരു മാസങ്ങളും ദിവസങ്ങളും ഒക്കെ തിരഞ്ഞെടുത്തുകൊണ്ട് ഇത്യാദി രാശി സമയങ്ങളും നക്ഷത്രാദി വിഷയങ്ങളും എല്ലാം പരിഗണിച്ചുകൊണ്ട് ഒരു മുഹൂർത്തം കുറിച്ച് മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും നമ്മളുടെ പ്രതിസന്ധികളെ തരണം ചെയ്യാൻ ആ മുഹൂർത്തം തെരഞ്ഞെടുത്ത ആ പോസിറ്റീവായിട്ടുള്ള അനുകൂലമായിട്ടുള്ള ഊർജത്തിന്റെ പ്രവാഹം നമ്മളെ സഹായിക്കും എന്നുള്ളതാണ് ഇതിന്റെ മുഹൂർത്ത വിഷയത്തിലെ ഒരു പ്രസക്തി. നമസ്തേ.